നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ആദ്യം തന്നെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രചോദ് ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീറിക്ക. സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നല്ലോ? അടിപൊളിയാണല്ലോ. അടിപൊളിയാണ്. ആദ്യത്തെ സ്കിറ്റ് കോവളം പ്രസാദ് ചേട്ടനുണ്ട്, ചിത്തൻ ചേട്ടനുണ്ട്, കൂടെ സുധീഷ് പുനലൂർ. ഒരു റിട്ടയർഡ് പട്ടാളക്കാരന്റെ വീടാണോ അതോ നഗരസഭയുടെ വേസ്റ്റ് ബോക്സ് ആണോ? പത്രം കിടക്കേണ്ട അടുത്ത് ഗ്ലാസ് ഇരിക്കുന്നു, മനുഷ്യൻ ഇരിക്കേണ്ട അടുത്ത് ജഗ്ഗിരിക്കുന്നു, ഞാൻ കിടക്കേണ്ടത് പട്ടി പാവട്ടി. അയ്യോ, എന്തു ചെയ്യാം? ഒരു ജോലിക്കാരുണ്ട്, ജോലിക്കാരെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വരുമ്പോൾ എനിക്കൊരു കോഫി നിർബന്ധമാണെന്ന് അവർക്കറിയാം, പക്ഷെ തരത്തില്ല. രമേ രമേ എന്താ ഇത്? ചായ. ചായ അല്ല. ഇവിടെയാണോ രമേ പത്രം വെക്കേണ്ടത്? ഈ പത്രം അവിടെ അല്ല. അവിടെ അല്ലല്ലോ. അവിടെ അല്ല, അവിടെ അല്ലേ? ഇവിടെ വെക്കുന്നത് പത്രം ഇവിടെ അല്ലേ വെക്കേണ്ടത്? ചെക്ക് അവിടെയാണോ രമേ ഇരിക്കേണ്ടത്? അവിടെ അല്ലേ ഇരിക്കേണ്ടത്? അവിടെ അല്ലല്ലോ, ഇവിടെ അല്ലേ ഇരിക്കേണ്ടത്? കറക്റ്റ് അവിടെ ഇരിക്കേണ്ടത്. ഇപ്പൊ കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 10-24 വർഷം കൊണ്ട് രമ എന്റെ കൂടെ നിൽക്കുക. എന്റെ കാര്യങ്ങളും എന്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ലെങ്കിൽ രമ ഗെറ്റ് ഔട്ട്. സാർ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നല്ലൊരു പേരുണ്ട്, രമേശൻ. അല്ല സാർ, ഞാൻ രമേ രമേ എന്ന് വിളിക്കരുത്. സാറ് രമേ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഈ കൊമ്പം ബീച്ച് വെച്ച് പുറത്തോട്ട് പോകുമ്പോൾ അവരെല്ലാവരും എന്നെ നാട്ടുകാർ രമേ 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 എന്നാണ് വിളിക്കുന്നത്. എനിക്ക് അത് പറഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരു രമയെ വിളിച്ചുള്ളൂ. നീ ഒരു 10-35 രമ എന്റെ ഫ്രണ്ട് കിടന്ന് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു രമേ എന്ന് വിളിക്കരുതെന്ന്. ഈ കട്ടിൽ പണി ഒരു മേശിനെ വിളിക്കണം എന്ന് വിളിച്ചായിരുന്നു. ഞാൻ ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു. 2 പ്രാവശ്യം വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു 5-6 പ്രാവശ്യം വിളിക്കണം. അത് വിളിക്കണ്ട. ഞാൻ മേശിലേക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് വെച്ച് വെള്ളം ചൂടാക്കാൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ ചൂടായി നിൽക്കുക. അതിനകത്ത് ഇറങ്ങി കുളിച്ചാൽ മതി. രമേ രമേ എന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. അതെന്തൊരു കഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞാ. ആരാ മനസ്സിലായില്ല? ഞാനാ ശരി. അപ്പൊ ഞാൻ തെറ്റുകാരനോ? അയ്യോ അതല്ല, പിന്നെ ഞാൻ ആശാരി കട്ടിലിന്റെ ഒക്കെ അത് ടട്ടോ അല്ല, കട്ടിൽ പണിയുമ്പോഴായിരുന്നു കൊട്ടു. അതാ എന്റെ കൊട്ട. നല്ല കൊട്ട് കേട്ടോ. എത്ര മണിക്കാ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്? 9 മണിക്ക്. ഇപ്പൊ സമയം എന്തായി? 9:01 ഇവിടെ വരാൻ. എന്തിനാ സാർ? സത്യസന്ധത, പഞ്ച്വാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ഇതെനിക്ക് നിർബന്ധമാ. ആ 2 സാധനം ആദ്യത്തെ ഓക്കെയാണ്, പക്ഷെ 3ാമത്തെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തോന്ന്? ആറ്റിച്ചാടെന്ന് പറഞ്ഞില്ലേ? എന്തോ സാറേ ഇത്? ഇപ്പൊ വായിന്ന് ഒരു ആറ്റിച്ചാട്ടം വന്നില്ലേ, അതിനെ വിടുവിച്ചതാ. കിട്ടിയില്ല, കിട്ടും എനിക്ക്. ചെയ്യേണ്ടെന്നാണ്? ഇതാ കട്ടില്. ഞാൻ ഇന്ത്യൻ റെയിൽവേ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ സാറേ ഇത്? നേരത്തെ ആറ്റിച്ചാടിയില്ലേ, അതിനങ്ങ് കിട്ടി. സാർ എന്തിനാണ് എന്നെ വിളിച്ചത്? ഇതില് സംഭവം നമ്മൾ ഉറങ്ങിട്ട് ചാടി എഴുന്നേറ്റ് ഇരിക്കുമ്പോ ഭയങ്കര ആട്ടവാ. അത് ഒറ്റയടിക്ക് ഇങ്ങനെ ചാടി എഴുന്നേക്കുന്നോണ്ടാണ് ഇങ്ങനെ ആടുന്നത്. കുറച്ചു നേരം എഴുന്നേറ്റ് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ തല അങ്ങനെ വലുതായിട്ട് ആടത്തില്ല. തല ആടുന്നതല്ല, ഈ കട്ടില് ഭയങ്കര ആട്ടമാന്ന്. അപ്പൊ ഇത് വെറും കട്ടിലല്ല, ഇല്ലേ? ആട്ടുകട്ടിൽ. സാറേ കൈ മുറിയും സാറേ. കൈ മുറിഞ്ഞാലും കുഴപ്പമില്ല. ഈ വായിന്ന് വന്ന സാധനം എന്റെ വീട്ടിൽ കിടന്ന് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പണിയുടെ കാര്യം നോക്കണോ? പണിയുടെ കാര്യം നോക്കട്ടെ, ഞാൻ ചെല്ലാൻ നോക്കാം. നല്ല തടി. അത് ഞാൻ പട്ടാളത്തിൽ പോയി ഉണ്ടാക്കിയതല്ലേ. ഈ തടിയുടെ കാര്യമല്ല, ഇത് നല്ല ഉഗ്രൻ തടിയെന്ന് പറഞ്ഞതാ. എങ്ങനെ ആവാതിരിക്കും? എന്റെ മുത്തച്ഛനും അച്ഛനും കൂപ്പിന്ന് വാങ്ങിയതല്ലേ. പൈസ കൊടുത്ത് മേടിച്ചൂടെ? വല്ലവന്റെ മുന്നിൽ പോയി ഇങ്ങനെ കൂപ്പിക്കണ കാര്യം ഉണ്ടോ? അയ്യോ, ഈ കൂപ്പല്ല, തടിക്കൂപ്പിന്ന് വാങ്ങിയത്. പിന്നെ ഈ കട്ടിലിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? എന്റെ മുതുമുത്തച്ഛൻ ഇത് കിടന്നാ മരിച്ചത്. എന്റെ മുത്തച്ഛൻ ഇത് കിടന്നാ മരിച്ചത്. എന്റെ ഡാഡി ഇത് കിടന്നാ മരിച്ചത്. അപ്പൊ ഇത് കട്ടിലല്ല, വെന്റിലേറ്റർ. വേണോ? വേണ്ട. വെടി വേണോ? അല്ല, വെടി വേണോടാ. എല്ലാത്തിനെയും അങ്ങ് കൊല്ലാതെ ഒരെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. നീ അതിന്റെ പണി എത്രയാണോ നോക്ക്. പണി ഞാൻ നോക്കട്ടെ സാറേ. ഇതിന്റെ റിഡാപ്സിന് പ്രോബ്ലം ഉണ്ട്. ഓഹോ. പിന്നെ മെഡിലാവ് ബ്ലാങ്കറ്റ് പോയിട്ട് 3-4 ദിവസമായി. ഓഹോ. ഇതിന്റെ റഡാപ്സിനാണ് കുഴപ്പം. റാഡ്സ്. എനിക്ക് തോന്നി പാവം വിശ്വസിച്ചത്. അപ്പൊ ഇത് എത്ര സമയം എടുക്കും പണി തീർക്കാൻ വേണ്ടി? ഇതെന്ന് പറയുന്നത് 1.5 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഞാൻ പണിഞ്ഞ് റെഡിയാക്കി അങ്ങ് തന്നേക്കാം. 1.5 മണിക്കൂർ മതിയോ? 1.5 മണിക്കൂർ. അഥവാ അല്പം പണി കൂടുകയാണെങ്കിൽ ഉച്ചക്കായാൽ എന്ത് ചെയ്യും? ഊണ് കഴിക്കാൻ ഞാൻ പുറത്തോട്ട്. എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ എന്റെ വീട്ടിലെ ഊണ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ ഊണോ? ഉച്ചയാകുമ്പോൾ രമ ഊണും കൊണ്ടുവരും. ഇവിടെ ജോലിക്ക് ഇരിക്കുന്നതാ. ദൈവമേ, പ്രതീക്ഷയുടെ തീനാൾ അങ്ങങ്ങാണ്ട് അലയടിക്കുന്നു.
അഥവാ പണി തീർന്നില്ല എങ്കിൽ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പണിയും കഴിഞ്ഞിട്ട് ഇയാൾ പോയാൽ മതി. അപ്പൊ ഞാൻ എവിടെ കിടക്കും? രമയുടെ കൂടെ കിടക്കൂ. ദൈവമേ, പ്രതീക്ഷയുടെ തീനാളെ ഇങ്ങ് വന്ന് അണ്ണാക്കി കയറുവാണല്ലേ. ഇത് രമ എന്തേലും പറയൂ. രമയ്ക്ക് ഒരു കൂട്ടുള്ളത് നല്ലതാ. രമ ഭയങ്കര പേടിയാ കേട്ടോ. ഈ ഇടയ്ക്ക് ഭയങ്കര ഇടിയും മഴയും വന്നു. രമ ഓടി വന്ന് എന്റെ കട്ടിൽ എന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉറക്കം. നല്ല മഴയുടെ കോളുണ്ട് കേട്ടാ. ഞാൻ ഇവിടെ അങ്ങ് നിൽക്കാം ഒരു 3-4 ദിവസത്തേക്ക്. മഴ വരുന്നവരെ കാത്തിരിക്കുന്നതിന് 1.5 മണിക്കൂർ കഴിഞ്ഞ് താൻ പണിയും കഴിഞ്ഞ് അങ്ങ് പോകുമല്ലോ. താനങ്ങ് പറഞ്ഞാ മതിയോ? ഇത് റിഡാപ്സിനൊക്കെ എന്ന് പറഞ്ഞാ ഒരു 2 ആഴ്ചത്തെ പണിയുണ്ട്. ബ്ലാങ്കറ്റ് അതെന്റെ കയ്യെ പോലും നിൽക്കും തോന്നുന്നു. അത് 3 ആഴ്ച എടുക്കും. എങ്ങനെ പോലും ഒരു 3-4 ആഴ്ച ഇവിടെ പണിയേണ്ടി വരും. 4 ആഴ്ചക്കുള്ളിൽ പണി തീർത്ത് തരുമോ? ചെയ്തു തരാം. ഇതാ വീട്ടിലൊരു അതിഥി വന്നാൽ ഒരു കോഫി കൊടുക്കണമെന്ന് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. പ്ലീസ് വൺ ബ്ലാക്ക് കോഫി. ഇതാണ് രമ, രമേശൻ. രമേശനായി ഇതാ തന്നെ സംഭവം. ആള് ഈ മീശയും തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടാ പേടിക്കുന്നുള്ള ആള് ഭയങ്കര പാവ. കൊച്ചു പിള്ളേരുടെ മനസ്സല്ലേ. അപ്പൊ രമയല്ല, ബാലരമ. ഇയാള് മര്യാദക്ക് പണിയാൻ നോക്കും. ഞാൻ പണി ചെയ്തോളാം. നിങ്ങൾ കൂടുതൽ അധികാരം ഒന്നും ചെയ്യണ്ട. അതെ, എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ പോലുള്ള ഒരു പണിക്കാരനല്ല ആവശ്യം. പിന്നെ ഏത് പോലത്തെ പണിക്കാരനാണ്? 24 മണിക്കൂറും തടിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കണം, കാശും വാങ്ങരുത്. അങ്ങനെയുള്ള വല്ല പണിക്കാരും ഉണ്ടോ? അങ്ങനെയുള്ള പണിക്കാർ എന്റെ ഉണ്ട്. ആരാ? വിളിച്ചാ വരുമോന്ന് അറിയത്തില്ല. ആരാ? മരം കൊത്തി. വേണ്ട വേണോ? വേണ്ട വേണ്ട സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഈ തടിപ്പണിക്കാരാണ്. ഏതെങ്കിലും ഒരു തടി നമ്മുടെ മൂക്കി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചോണ്ട് പറയുന്നത് ഏത് തടിയെന്ന്. അങ്ങനൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവം. പറയോ? പിന്നെ എങ്കിൽ താൻ കണ്ണട തടി എടുത്ത് വെച്ചോട്. നമ്മളിതൊക്കെ അറിയാം. നമ്മളെ അത് കൊള്ളാലോ. ഇതേത് തടിയാ? പ്ലാവും തടി. കറക്റ്റ് തന്നെ. ഇതാ മാവും തടി. കറക്റ്റ് തന്നെ. അപ്പൊ ഇതാ തേക്കൻ തടി. കറക്റ്റ് തന്നെ. ഇതേത് തടി? പാഴ്ത്തടി. എന്തെങ്കിലും എടുക്കാനും പിടിക്കാനും ഉണ്ടെങ്കിൽ രമ എവിടെയുണ്ട്? ഞാൻ പുറത്തോട്ട് പോയിട്ട് ഞാൻ എടുക്കാനും പിടിക്കാനും ദൈവത്തെ ഓർത്തോണം. വേറെ നിങ്ങളുടെ കാര്യം നോക്കി നമ്മൾ ഇവിടെ കിടന്ന് പണിയാൻ പോകും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പുള്ളി എങ്ങനെ സഹിക്കണ്? എന്റെ ദൈവമേ, അത് പറഞ്ഞാ ഭയങ്കര പ്രശ്നമാ. 25 വർഷമേ പുള്ളിയോട് ഞാൻ പണിക്ക് വന്നിട്ട്. രാവിലെ എഴുന്നേക്കണം, മുറ്റമടിക്കണം, കാപ്പി തിളപ്പിക്കണം, പുള്ളിയുടെ ഉടുപ്പ് കഴുകണം, ഉച്ചക്ക് ചോറ് വെക്കണം. വൈകുന്നേരം ത്രിസന്ധ്യ സമയമാകുമ്പോ വിളക്കും കത്തിച്ചിട്ട് മനുഷ്യന്റെ നടുവും വെട്ടി ഒരു ഇരിപ്പുണ്ട്. അപ്പൊ 10% ഉള്ളൂ രമേശൻ, 90% രമയാണ്. ഞാൻ പറഞ്ഞേക്കാം. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മര്യാദക്ക് പണി ചെയ്യുമ്പോ ഒരു കാര്യമുണ്ട്. സാറിന് ഇഷ്ടമല്ല ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേൾക്കരുത്. സാറിന് ഇഷ്ടമല്ലത്. അത് വിളിച്ചപ്പോ പറഞ്ഞ ഇത് ശബ്ദം കേൾക്കാതെ പണിയാൻ പറ്റൂല. തനിക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാൻ പറ്റാത്തോണ്ടാണ്. ഇവിടുത്തെ ശബ്ദപലകാരം വരെ നിരോധിച്ചിരിക്കുകയാണ് പുള്ളി. ശബ്ദപലകാരം അതേതാ അറിയത്തില്ലേ? മുറുക്ക്, പക്കാവട, ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ പപ്പടം പൊള്ളിച്ചു കൊടുത്ത ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞ് പച്ചവെള്ളത്തിൽ മുക്കി തിന്നുന്നത്. അത് കൊണ്ട. അപ്പൊ ഇവിടെ ബാക്കി ആഹാരം കഴിക്കുന്നതൊക്കെ എങ്ങനെ? നിശബ്ദ പലഹാരം എന്തുവാ? ഇഡ്ഡലി, ബ്രെഡ്, ബണ്ണ്, ഇതൊക്കെയാണ് നിശബ്ദ പലഹാരം. അങ്ങനെ ആദ്യം എന്താ ഊണോ കുന്തോ ഒക്കെ തരാന്ന് പറഞ്ഞു. ഈ ബ്രെഡ് തിന്നോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പോയി. അപ്പൊ ഉമ്മ കുറച്ചു നേരം റെസ്റ്റ് എനിക്ക്. അയ്യോ, അങ്ങനെ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കുട്ടിക്കാലം ഓർമ്മ. എന്റെ കൈക്കകത്തല്ലേ ഇയാടെ കുട്ടിക്കാലം ഇരിക്കും. അതല്ല നമ്മളില്ലേ, നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ, ഇങ്ങനെ കൈ ഫ്രണ്ടിലോട്ട് വെച്ചേ, ഇങ്ങനെ വെച്ചേ, ഈ കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടേ നമ്മൾ പണ്ടൊരു കളി കളിക്കുമല്ലോ. അക്കുത്തി കുത്താന വരുമ്പോ കല്ല് കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാൻ മക്കളെ കയ്യിലൊരു ബാഗ്, ഈ കൈ മടക്കിക്ക്. അങ്ങനെ കൊണ്ടല്ലേ? പിന്നെ എന്താ ഞാൻ പറ, അക്കുത്തിക്കുത്താന വരമ്പ കയ്യെ കൊത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാ മക്കളുടെ കയ്യിലൊരു ബാങ്കില്ല. അല്ല, എനിക്ക് ചോറ് നിങ്ങൾ കളിക്ക്. കണ്ടിന്യൂ. അല്ല, നമ്മൾ അറിയാണ്ട് ഇരുന്ന് കളിക്ക്. കളി മുടക്കരുത്. നിങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളി. സാറിന് ഭയങ്കര ഇഷ്ടമല്ലേ കളി? ഞാനും കൂടെ. നമ്മള് പേടിച്ചു പോയി. ഞാനും കൂടെ. എന്താണ് ഈ കളിയെന്ന് നമുക്കറിയാമോ? നമ്മള് വെച്ച് ഇങ്ങനെയൊക്കെ പഠിക്കുന്നു. ഇനി വേശി രണ്ടുപേരും കൈ ഇങ്ങനെ വെക്കി. ഞാൻ എന്നാ കേട്ടോ. ഞാൻ എന്നാ നിങ്ങൾ കണ്ണടക്കി. കണ്ണടക്കുന്ന എന്തിനാ? ഞാൻ ചമ്മിപ്പോകും. അക്കു താന വരമ്പ കയ്യക്കൊത്ത് കരിങ്കൊത്ത്. നിനക്കെന്തോ വൈകുന്നേരം എത്ര രൂപ ശമ്പളം വേണം? 2000 രൂപ തരാം. നിനക്ക് തരാം.
കഞ്ഞി വെക്കേണ്ട നീ ഇവിടെ വന്ന് കക്കത്തൊക്കെ കളിക്കണല്ലേ? ഞാൻ കഞ്ഞി വെച്ചോളാം. സാറേ, പണിയെടുക്ക് സാറേ. പണിയടാ അങ്ങോട്ട്. സാറേ, പണിയടാം. എന്തോ ചെയ്യോ എന്തോ. ദൈവമേ, ശബ്ദം കേൾക്കാതെ പണി ചെയ്യണം. സാറേ ശബ്ദം കേൾക്കാതെ എങ്ങനെ സാറേ പണി ചെയ്യുന്നത്? ഞാൻ പറയും പോലെ കേൾക്കണം. 10-22 വർഷം മിലിറ്ററിക്കാരനായിരുന്നവനാണ് ഞാൻ. ആരുടെയൊക്കെ സൗണ്ട് എടുക്കും? എന്തോന്ന്? 10-25 വർഷം മിമിക്രിയിലായിരുന്നു. മിമിക്രിയല്ല, പട്ടാളത്തിലായിരുന്നാണെന്ന്. മര്യാദയ്ക്ക് പണി. സൗണ്ട് കേൾക്കാതെ പണി. സൗണ്ട് കേൾക്കരുത്. സൗണ്ട് കേട്ടാൽ ഇനി തോക്ക് നിന്നോട് സംസാരിക്കും. ഇത് വലിയ കുരുവായല്ലോ, വരണ്ടായിരുന്നു ഇങ്ങോട്ട്. ഈ ശബ്ദം കേൾക്കാതെ എങ്ങനെ? സാറേ, ഇതെന്തുവാ സാറേ? ആണി. ഇത് ആണിയല്ല, ഇതാണ് പാകിസ്ഥാൻ പട്ടാളം. ഓടാ. എന്താ എന്ത്? സാറേ, ഇതാണ് പാകിസ്ഥാൻ പട്ടാളം. താണ്ട് ഇതെന്തുവാന്ന് അറിയാമോ? ഇത് ഇന്ത്യൻ പട്ടാളം. അങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന പാകിസ്ഥാൻ പട്ടാളത്തിനെ ഇന്ത്യൻ പട്ടാളം ദാ തകർക്കുന്നു. നോക്കിക്കോ ഇങ്ങനെ. അങ്ങനെ അടിക്കാൻ. പിന്നെ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരന് നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർ അടിച്ചമർത്തണം. ഇതാണ്ടൊരു പാകിസ്ഥാൻ പട്ടാളം. പാകിസ്ഥാൻകാരാ മെഡിലാ ബ്ലാങ്കറ്റോടെ പാകിസ്ഥാൻകാരനാണെങ്കിൽ അവിടെ നുഴഞ്ഞു കയറുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാരാ. ഇവിടെയും കൂടെ ഇവിടെ ഇനിയുള്ള പാകിസ്ഥാൻകാരന്മാര്. സാറേ, അപ്പൊ ഞാൻ വീട്ടിൽ പോക്കോട്ടെ. വീട്ടിൽ പോവാനാ? സാറ് യുദ്ധം ചെയ്തോണ്ടിരുന്നതിന്റെ ഇടയിലേ ഞാൻ കട്ടിലങ്ങ് പണി. ഞാൻ നോക്ക് കുലുക്കൊണ്ടോ കട്ടില് പണിഞ്ഞ്. ആണല്ലേ? രമേ, ആ ശമ്പളം കൊണ്ടുവരൂ. പറഞ്ഞതിൽ കൂടുതലുണ്ടേ. പറഞ്ഞതിൽ കൂടുതലുണ്ട്. പൈസ പിടി സാറേ. അപ്പൊ ഞാൻ പോട്ടെ. പോയിട്ട് വരും. എന്താ സാറേ? എന്നെ അങ്ങനെ മണ്ടനാക്കിട്ട് പോവാന്ന് വിചാരിച്ചോ? എന്താ സാറേ? എന്നെ മണ്ടനാക്കിട്ട് പോവാന്ന് വിചാരിച്ചോന്നു? സാറേ, ശബ്ദം ഉണ്ടാക്കലെന്ന്. എടാ, റിട്ടയർ ആയെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു പട്ടാളക്കാരൻ തന്നെയാണ്. കേട്ടല്ലോ? വാ മാറു. വാ. ഈ 6 പാകിസ്ഥാൻ പട്ടാളക്കാരന്മാരെ കൂടെ നീ കൊണ്ടുപോകും. എനിക്ക് വേണ്ട. എന്റെ വീട്ടിൽ പാകിസ്ഥാൻകാർ വേണ്ട. ഇതുപോലൊരു മണ്ടനുണ്ടെങ്കിൽ എന്തോരം പൈസ ഒപ്പിക്കാൻ. ഒന്നുമില്ല സാറേ. സാറ് നാളെ ഫ്രീ ആണോ? എന്തിനാ? വൈറ്റിലേല് ഒരു 10-600 പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ട്. സാർ ഒരു ചുറ്റയും കൊണ്ടുവന്നാ ഇവരെയൊക്കെ നമുക്ക് അടിച്ചമർത്താം. അപ്പൊ സാറ് വരുമല്ലേ? നാളെ പോക്കണ്ടാ, നമുക്ക് ഇന്നേ പോവാം. പ്രസാദേ, സുധീഷേ, നന്നായിരുന്നു കേട്ടോ. നല്ല രസമുള്ള, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഓരോരുത്തരുടെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രസാദ് നല്ല ഗംഭീരമായിട്ട് നിങ്ങളുടെ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു തുടക്കം തന്നെ. ചിത്രമാണെങ്കിലും ചിത്രൻ്റെ സത്യം പറഞ്ഞാൽ രമ എന്ന് വിളിച്ചപ്പോൾ രമേശനാണെന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞുള്ള കൺവേ ചെയ്യുന്ന ആ ഹ്യൂമർ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം സുധീഷ് വന്ന് സുധീഷിൻ്റെ പാർട്ട് ഗംഭീരമാക്കി. സുധീഷേ നല്ല രസമുണ്ടായിരുന്നു. വന്ന് കട്ടിലിൻ്റെ പരിപാടികൾ, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങളുള്ള സാധനങ്ങൾ ചെയ്തു. പിന്നെ എന്താണ് ടോട്ടാലിറ്റി പറയുമ്പോൾ ചെറിയ ലൂസ് പരിപാടികൾ, അതായത് ഇപ്പം നല്ല 2 കൗണ്ടറുകൾക്ക് ശേഷം അടുത്തതിലേക്ക് എത്താൻ കുറച്ച് ഡിലേ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി പെർഫോമൻസ് ബേസിൽ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ ക്യാരക്ടർ ഗംഭീരമായി ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ നോട്ടത്തിൽ കുറച്ചുകൂടെയൊക്കെ തമാശ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ രസമായിരുന്നു. കാര്യം നല്ല ആക്റ്റീവായിട്ട് 3 പേരും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ നല്ല കൗണ്ടറുകൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇതിൽ അത്യാവശ്യത്തിനുണ്ട്, കുറച്ചുകൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ രസമായിരുന്നു. പിന്നെ ആ പറഞ്ഞ പോലെ പ്രസാദിൻ്റെ ലുക്ക് എക്സ് മിലിറ്ററി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ചേർച്ചയുള്ള ഒരു ഇതായിരുന്നു. അതേപോലെ നമ്മുടെ രമയും നല്ല രസമായിരുന്നു. രമയ്ക്ക് പൂന്ത് വിളയാടാനുള്ള സ്പേസ് കിട്ടിയില്ലല്ലേ? അപ്പോൾ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ചിരിയുടെ ഒരു ശകലം കുറവ് ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യത്തിന് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചിത്തൻ, പ്രസാദേ, സുധീഷേ, നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ പറഞ്ഞ പോലെ പ്രസാദിൻ്റെ ക്യാരക്ടർ പ്രസാദ് ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു കേട്ടോ. നന്നായിട്ട് തന്നെ പിടിച്ചു. അതിൻ്റെ തൊട്ട് പുറകെ ചിത്തം വന്നു. രമ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ ചിത്തൻ്റെ ഈ മീശയും ആ ഡ്രസ്സും ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ടപ്പോൾ എന്തോ ഒരു ഗുണ്ട പരിപാടിയൊക്കെ പിടിച്ചു. അതൊരു വെറൈറ്റി സംഭവമായിട്ടാണ് നമുക്ക് തോന്നിയത്. അങ്ങോട്ടാണ് സുധീഷ് വന്നത്. സുധീഷിൻ്റെ ഏരിയ സുധീഷും നന്നായിട്ട് ചെയ്തു. പിന്നെ ഏതാണ് തമാശ പറയുമ്പോൾ എടുത്ത വെടിവെക്കുന്ന സാധനം, അത് ഉഗ്രൻ. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എവിടെയെങ്കിലും കൂടെ ഇടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുള്ള ഏരിയ ഉണ്ടായിരുന്നു, അതിനുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സുധീഷിന് ചില സ്ഥലങ്ങളിൽ ഒരു ധൃതി വെക്കൽ കാണുന്നുണ്ട്.
അതാണെന്നറിയോ മറ്റേ ആ ആണി അടിക്കാൻ പോയതൊക്കെ ഉണ്ടല്ലോ പാകിസ്ഥാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മനസ്സിലോ ഇത് ഇനി വലിയുവോ, ഇനി ഇവിടെ വന്നാൽ നമ്മൾ വലിയുവോ എന്ന് ഓർത്തിട്ട് ഇച്ചിരി സ്പീഡ് കൂട്ടുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് വിഷ്വലി വരുമ്പോൾ നിങ്ങളൊരു ഇച്ചിരി ഒന്ന് ഒരു ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പം രസമായിരിക്കും എന്ന് തോന്നുന്നു. ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് ഇനിയും അപ്പോൾ അടുത്ത സ്റ്റേജിൽ വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ മാർക്സ് നസീർക്ക എത്ര മാർക്ക്? ഞാനൊരു 10,000 രൂപ കൊടുക്കാം. 10,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 10,000 കൊടുക്കും. ടോട്ടൽ 20,000 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, ചേട്ടാ പിടിച്ചു. 40,000 രൂപ. ഓക്കെ, തെറ്റില്ലാത്ത എമൗണ്ടാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ കൂടുതൽ വാങ്ങിക്കാം. ഓക്കെ, ശരി ചേട്ടാ, അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം മേറയുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് ഇനി സ്കിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചെറുതുകള് വിളിക്കേ. ദേവി ലക്ഷ്മി ഉണ്ട്, അനന്യ മോളുണ്ട്, സൈന ഉണ്ട്, ഒരു നല്ല കേടി. എനിക്കിനി വയ്യ. ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ ഒപ്പിച്ച് വെക്കുകയും ചെയ്യും. ഇങ്ങേരുതാ ഇതുപോലെ മോഷ്ടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന എന്റെ കവലമ്മ ചേച്ചി, നിങ്ങളാണ് ഈ ആലോചന കൊണ്ടുവന്നത്. എന്തോ നല്ല ചെറുക്കനാണ്, സ്റ്റീലിന്റെ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആക്രി കച്ചവടക്കാരനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്. പറഞ്ഞിട്ട് എന്ത് കാര്യം? പെണ്ണിന് പകരം ആക്രിയെ സ്നേഹിച്ചവനെന്ന് വണ്ടിയിൽ എഴുതി വെച്ചോണ്ട് നടക്കുന്ന ഈ ഭർത്താവ്. പറഞ്ഞിട്ടും കാര്യമല്ല, എന്റെ തലവിധി. പക്ഷെ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പ, നിങ്ങള് ഞങ്ങളെ കൂടെ ഇഷ്ടപ്പെടണപ്പ. ഒരു അമ്മ പെറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഒരു യുദ്ധഭൂമിയിലോട്ട് കേറാൻ പോവാ, കൈയടിച്ച് കേറ്റിക്കോണം. അതിനു മുമ്പുള്ള ചെറിയൊരു സന്തോഷമാണ് നിങ്ങളിപ്പോ കണ്ടത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആ നാടൻ പാട്ടിലെ ചക്കിപ്പരിന്തൊന്ന് കളിച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാ. എന്റെ പൈസ എടുത്തോണ്ട് നിങ്ങൾ എങ്ങോട്ട് മുങ്ങി മനുഷ്യ? അത് ഇതിന്റെ അച്ഛൻ ഉത്സവത്തിന് വന്ന് ആനയ്ക്ക് വെള്ളം കൊടുത്ത് അതിന്റെ പൈസ കൊടുക്കാൻ പോരാ. ആനയ്ക്ക് വെള്ളം കൊടുത്ത 25,000 രൂപ കൊടുക്കണോ? അച്ഛൻ ഉത്സവത്തിന് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇലക്കിളിക്കാനുള്ള തുമ്പിക്കാത്തൂടെ ഓസിട്ട് വെള്ളം അടിച്ചു കൊടുത്ത് അതവിടെ നിന്ന് പകയുക. അവസാനം നിന്റെ അച്ഛനെ കമ്മറ്റിക്കാർ പിടിച്ച് കെട്ടിയിട്ട് 25,000 രൂപ കൊടുത്താലേ വിടത്തോളം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കാൻ പോയതാ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ മനുഷ്യ? നീ അങ്ങനെ മാത്രം പറയരുത്. നിന്നെ കുറിച്ച് വിചാരം ഉള്ളോണ്ടല്ലേടി ഞാൻ എന്റെ സ്ഥാപനത്തിന് നിന്റെ പേരിട്ടത്. വളരെ നല്ല പേര്. എത്ര ദിവസം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ എന്നെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയ. നിങ്ങളെ കൊണ്ടുപോയാ എടി കഴിഞ്ഞ വർഷം നീ ഞാനുള്ള പളഞ്ഞി പോയി ഇവിടുത്തേക്കുള്ള സാധനം എല്ലാം മേടിച്ചത്. ഈ പറയുന്ന കേട്ടാ നിങ്ങൾ വിചാരിക്കും എന്നെ എല്ലാരെയും വിളിച്ച് ടൂറിസ്റ്റ് ബസ്സിലാ കൊണ്ടുപോയത്. എന്നാ അല്ല, ഇവിടെ ഒന്ന് പഴനിയിലോട്ട് ആക്രി കൊണ്ടുപോയ ലോറിയിലെ ബാക്കില് ചാക്കിട്ടിരുത്തിയാണ് എന്നെ പഴനി വരെ കൊണ്ടുപോയത്. ഇതുപോലെ പൈസ ലാഭിക്കും ഒരു പിശുക്കൻ. ഞാൻ പിശുക്കൻ തന്നെ. ഞാൻ എങ്ങനെ പിശുക്കിയായി കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. എന്തുണ്ടാക്കിയെന്നാ ഈ പറയുന്നത്? നിങ്ങൾ കേൾക്കണം. ഞാൻ ഇയാളടുത്ത് പറഞ്ഞ് എനിക്കൊരു ഡബിൾ ഡോറിന്റെ അലമാര വാങ്ങിച്ചു തരേ. ഇങ്ങനെ എന്താണെന്നറിയാമോ? എങ്ങാണ്ട് ചെന്നൊരു സെക്കൻഡ് ഹാൻഡിന്റെ പാട്ട ഫ്രിഡ്ജ് മേടിച്ചോണ്ട് വന്ന് അതിന്റെ ഡോറിന് ബ്ലേഡ് വെച്ച് 2 ആഴ്ച കീറി ഡബിൾ ഡോർ ആക്കി തന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. വീട്ടിന്റെ അകത്ത് കയറി നോക്കിയാ പിള്ളേരെ നിക്കറൊക്കെ ഇപ്പൊ ഫ്രീസറിന്റെ അകത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മക്കള് നിക്കറിടുമ്പോ അവര് കൂളായിട്ട് നടക്കുന്ന കണ്ടില്ലേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. പിന്നെ അടുത്ത മാസം എന്റെ മാമന്റെ മോന്റെ കല്യാണവാ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ വരുന്നില്ല കല്ലുപ്പന്റെ മോന്റെ കല്യാണത്തിന്. കല്ലുപ്പനാ? നിങ്ങൾ പണ്ട് നടന്നേക്ക് മറക്കണോ ഞാൻ? നിങ്ങൾ കേക്കണം, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് അവളുടെ അമ്മാന്റെ കാല വീട് തൊട്ട് തൊഴുത് പൊങ്ങിയപ്പോഴത്തേക്കും ഇവളുടെ അമ്മാവനങ്ങ് സ്നേഹം കൂടി. മക്കൾക്ക് പനിയുണ്ടോടെ നോക്കണേന്ന് പറഞ്ഞ് അവളെ നെറ്റി തൊട്ട് 2.5 പവന്റെ നെറ്റിച്ചൂട്ടിയാണ് ആ ചൂരത്തലെ നടിച്ചു മാറ്റിയത്. അത് ഞാൻ ഇപ്പഴും മറന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരത്തില്ല രാമച്ചൻ തലവച്ചന്റെ മോന്റെ കല്യാണത്തിന്. നീ അങ്ങ് പോയാ മതി. എനിക്ക് വയ്യ. അപ്പുറത്തെ വീട്ടിലെ രമണി എന്റെ കൂടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാ. എന്ത് കാര്യം? അവർക്ക് എല്ലാ ഭാഗ്യവും ഉണ്ട്. TV ഉണ്ട്, കാറുണ്ട്, ഫ്രിഡ്ജുണ്ട്. എനിക്കതൊന്നുമില്ല. അതല്ല ഇവിടെ ഇല്ലേ? അയ്യോ, നാട്ടുകാർ എറിഞ്ഞിട്ട് പോയ സാധനമല്ല, അവക്ക് പുതിയതാണുള്ളത്. നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്നാ നീ എന്റെ അടുത്ത് ഒന്നും പറയണ്ട. നീ അടുക്കളയിൽ പോയി പെട്ടെന്ന് ഒരു ചായ ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇവിടെ ചായം കുടിച്ചോണ്ടിരുന്നോ? ഇന്നലെ ഞാൻ പാലസിൽ നിന്ന് എടുത്തോണ്ട് വന്ന ചാക്ക അതിവിടെ തുറന്ന് അതിൻ്റെ അകത്ത് എന്തുവന്ന് നോക്കാൻ സമയമില്ല. അവക്ക് കണ്ടവന്റെ വീട്ടിൽ എന്തുവാ നടക്കുന്നത്, രാധയുടെ വീട്ടിൽ എന്തുവാ നടക്കുന്നത്, രമണിയുടെ വീട്ടിൽ എന്തുവാ നടക്കുന്നത്, അതെല്ലാം കാണാനാ
പിന്നെ ഇവളെ കെട്ടിക്കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ CCTV വെക്കേണ്ട ആവശ്യമില്ല. കണ്ടവന്റെ വീട്ടിലെ എല്ലാ കാര്യവും ഇവിടെ ഉള്ളവർക്കറിയാം. എന്താ വാതി ഈ ചാക്കിന്റെ അകത്ത് നോക്കട്ടെ. അയ്യോ ഇത് ഞാൻ എവിടെ കണ്ടാണല്ലോ. അയ്യോ ഇതറിക്കുമ്പോഴല്ലേ ഭൂതം വരുന്നത്, നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ തരുന്നത്. അയ്യോ എടി ഭൂതം, എടി ഭൂതം, ഇനിയിപ്പോ നിങ്ങൾ എന്നെ ഭൂതമൊന്നും കൂടെ വിളി. അയ്യോ ദൈവമേ, നിന്നെ ഭൂതമൊന്നും വിളിച്ചല്ല. പിന്നെ ഇത് കണ്ട അയ്യേ തുപ്പുന്ന കോളാമ്പി. എടി തുപ്പുന്ന കോളാമ്പി അല്ല. പിന്നെ ഇത് നീ കഥയൊന്നും കേട്ടിട്ടില്ലേ? വിളക്ക് ഉരയ്ക്കുമ്പോ ഭൂതം വരുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരുന്നതും ആണോ? ഞാൻ എപ്പോഴും കേട്ടു. ഞാൻ ഒരിക്കും, ഞാൻ ഒരിക്കും, ഞാൻ ഒരിക്കും. നീ കൊണ്ട് ഒരാ. യോ പാത്രം വരയ്ക്കുന്ന പോലെ ഒരയ്ക്കാതെ അത് തേഞ്ഞു പോവും. അതൊന്ന് മയത്തിലൊര. ഭൂതം മണ്ണാങ്കട്ട ഒന്നുമില്ല, ഓരോ ആക്രി തട്ടി പോയിട്ട് ഇറങ്ങിക്കോളും. ഇനി ഇത് കേറുവാൻ തോന്നുന്നു. അതെന്ത്? നമ്മൾ പറഞ്ഞ കൗണ്ടർ ആരാണ്ട് കേട്ട അതിന്റെ ഇടയ്ക്കൊന്ന് നല്ല ചിരി. അത് അവിടെ ഇവിടെ. ഞാൻ ഭൂതം. ഇത്രയും നാൾ ഞാൻ ഈ സാധനത്തിന്റെ അകത്തായിരുന്നു. പിന്നെ നിങ്ങളെ വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇന്നത്തെ തൊട്ട് ഞാൻ നിങ്ങളുടെ അടിമയാണ്. കണ്ടാടി ഇതാണ് ഈ ഭൂതം. അലമ്പാന. അയ്യോ നിങ്ങളെക്കാട്ടിലും വലിയ അലമ്പനാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടൊന്നും നടക്കില്ല നിങ്ങളെ പോലെ കേട്ടോ. എടീ അത് അലമ്പനാന്ന് വെച്ച അവരുടെ ഭാഷയാ. നീ എന്നെ താക്കാതെ നീ എന്നെ നോക്കാം. അവനെന്തോ പറഞ്ഞു, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുമെന്നല്ലേ പറഞ്ഞേ. ചേട്ടാ നമുക്ക് വീട് ചോദിച്ചു വന്നടനെ വീട് ചോദിക്കാൻ പഞ്ചായത്ത് മെമ്പർ അല്ലേ വന്നിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? എന്നാ പിന്നെ നമുക്ക് ഇല്ലാത്തൊരു സാധനം അങ്ങ് ചോദിക്കാം. നിനക്കില്ലാത്തൊരു സാധനം ചോദിക്കട്ടെ. എന്തോന്ന്? ബുദ്ധി. എന്നാ പിന്നെ രണ്ടാൾക്ക് പറയേണ്ടി വരും. എന്തിനാടി? നിങ്ങൾക്കും ഇല്ലല്ലോ. അതെന്തോടെ അങ്ങനൊരു പറച്ചില്? ഓ നമുക്കിപ്പോ എന്തോ ചോദിക്കാൻ പറ്റും. ചോദിക്കാം. നമ്മൾ പറയണൊക്കെ ഇയാൾ ഇതുപോലെ കേക്കൂ? അതൊക്കെ കേൾക്കും. എനിക്ക് വിശ്വാസം ഇല്ല. എടി അവൻ വന്നടനെ അടിമയെന്നല്ലയോ പറഞ്ഞേ. വിശ്വാസം ഇല്ല. ഏയ് ഭൂതം നീ വന്നാണ്. ഞാൻ പാത്രം എടുത്തേ. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ചേച്ചിയെ കെട്ടിപ്പിടിക്കണോ? അത് വേണ്ട, ചേച്ചിയെ കെട്ടിപ്പിടിക്കണോന്ന്. ഭൂതമേ ഞങ്ങൾക്കൊരു 2 ഇല വീടുണ്ടാക്കി തരുമോ? അയ്യോ ചേട്ടാ 2 ഇല വീട്. വാ പോവാ. എന്നെ കയറിക്കൊണ്ട് ചെവിക്ക് പിടിച്ച് വെളിയിലിടും. അതൊന്ന് അതാ ഷാജോൻ ചേട്ടന്റെ വീടാ. അയ്യോ ആരെങ്കിലും വീട് കാണിച്ചു തരാനല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു 2 നില വീട്. വീട് വേണ്ടടി, വീട് നമുക്ക് താമസിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ റൈഡ് പോവാനൊക്കെ ഒരു വണ്ടി കാർ വേണ്ട. നമുക്ക് ബുള്ളറ്റ് മതി. ബുള്ളറ്റ് ഇങ്ങനെ ഗമയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന് അങ്ങ് പോവാം. എന്നിട്ട് വേണം ആ രമണി എനിക്കൊന്ന് കാണിക്കാൻ. ഒരു സ്കൂട്ടർ മാറ്റുന്നുണ്ട് നമുക്ക്. എന്തായാലും ഗമ. പിന്നെ ഭൂതമേ ഞങ്ങൾക്ക് ബുള്ളറ്റ് മതി കേട്ടോ. അത് ബ്ലാക്ക് കളർ ബുള്ളറ്റ് മതിയേ. എനിക്ക് ബ്ലാക്കിനോടാണ് ഏറ്റവും താല്പര്യം. ചേട്ടാ നമ്പർ ഓർത്ത് വെച്ചു 007. നിങ്ങൾ മേടിച്ചു വെക്കണേ ഭൂതമേ. കൊടുക്കണേ ഭൂതമേ. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. അതെ ഞാൻ ആ കൈ നീട്ടി ബുള്ളറ്റ് വരച്ചു. ഇല്ല ബുള്ളറ്റ് വരച്ചോളൂ. ഇല്ലെന്ന്. ഇതെന്ത് പരിപാടി? ഇങ്ങനെ കൈ കറക്കി കാണിക്കും. ബുള്ളറ്റ് വരച്ചില്ലേ? ബുള്ളറ്റ് വരച്ചു. ഇല്ലെന്ന്. ഇവമേര് ഭൂതം നിന്ന് കിണുങ്ങുന്ന കണ്ടോ? ബുള്ളറ്റ് വരച്ചു. ഇല്ലെന്ന്. ബുള്ളറ്റ് വരച്ചോളൂ മര്യാദക്ക്. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടാ. ഇത്രയും വർഷം ഓരോരുത്തരും വരച്ചൊരച്ച് അവർക്ക് വേണ്ട സാധനങ്ങളും കൊടുത്ത് എനിക്കിപ്പോ ഒരു കഴിവും ഇല്ല. കഴിവില്ല, നീ ഭൂതമല്ല, നീ കിഴങ്ങൻ. അതെ അകത്തൊരു സാധനം ഒരുങ്ങാൻ പോയേക്കുവാ. ഇനി വരുമ്പോ എന്തൊക്കെ നടക്കുമെന്ന് അറിയാവോ? ബുള്ളറ്റ് കിട്ടിയില്ലെങ്കിൽ നീ തിരിച്ചാണ്ടിരുന്നോ? നിന്നെക്കാട്ടി വലിയ ഭൂതമായി ഇനി വരാൻ പോകുന്നത്. ദൈവമേ നിനക്കൊരു കഴിവില്ലെന്ന് എങ്ങനെയാണ് അവളടുത്ത് പറയാൻ? ടീച്ചറാ യോ താണ്ടടാ വരുന്നു. ചേട്ടാ ബുള്ളറ്റ് എവിടെ ചേട്ടാ? ഷോറൂമിലുണ്ട്. അയ്യോ അതെന്താ ഇവിടെ വരാത്ത? പൈസ കൊടുത്താൽ ഇങ്ങോട്ട് വരും. അപ്പൊ ഭൂതം വിളിച്ചു വരുത്തണ്ടേ? ഭൂതം വിളിച്ചു വരുത്തും. എടി ഒരു കഴിവില്ലാത്ത ഭൂതത്തിനെയാണ് നമുക്ക് കിട്ടിയത്. അയ്യോ നമ്മളിപ്പോ എന്തോ ചെയ്യും മനുഷ്യ? ആന്റിനെ തലേ വെച്ചവനെ കേറാനില്ല വിളക്കിന്റെ അകത്ത്. അയ്യോ എനിക്ക് തിരിച്ചു കയറാൻ പറ്റൂല. നിങ്ങളല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. ഇനി എനിക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. ഫുഡ് വേണം, കാർ വേണം, വീട് വേണം, എല്ലാം നിങ്ങൾ എന്നെ തരണം. നിങ്ങളെ പിശുക്കിന് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം മനുഷ്യ. ഇത്
ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. നല്ല സ്കിറ്റ് ആയിരുന്നു. ഒരു നല്ല ഗൈഡ് വരട്ടെ. നസീർക്ക. സൈന്ധവേ, എന്തോ അനന്യ, എന്തോ ദേവിലക്ഷ്മി, എന്തോ സ്കിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്രേ മൂളാൻ പറ്റുള്ളൂ. അതിൽ ഒന്നുമില്ലായിരുന്നു. ഇടിമിന്നൽ കൊള്ളായിരുന്നു, ഭൂതം പ്രത്യക്ഷപ്പെട്ടതും കൊള്ളായിരുന്നു, തമാശകളില്ലായിരുന്നു. നിങ്ങളുടെ അവതരണവും കൊള്ളായിരുന്നു, അഭിനയവും നല്ല രസമായിരുന്നു. തമാശകളില്ലാതായിപ്പോയി. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലോഡല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ആദ്യമൊക്കെ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ വന്നപ്പോൾ ഈ സാധനം ഇഷ്ടം പോലെ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് മാത്രം ഒരു കഴിവുമില്ലാത്ത ഭൂതമാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നതിന് അതിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാത്രം പോരാ, നമുക്ക് ചിരിക്കാൻ ആയിട്ടുള്ളത് കുറവായിപ്പോയി. നിങ്ങൾ നല്ലവണ്ണം ചെയ്യുന്ന മക്കളാണെന്നറിയാം. പക്ഷേ ആ സബ്ജക്റ്റിൻ്റെ പ്രോബ്ലമാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റി പിടിക്കണം. അടുത്തതിൽ പിടിക്കണം. കാര്യം നമുക്ക് ചിരിക്കണം. ചെറിയ വായിന്ന് വലിയ വർത്താനം എന്നുള്ള ചിരികളുണ്ടല്ലോ, നിങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അതൊന്നുമില്ല. പിന്നെ ഭാര്യയും ഭർത്താവും നല്ല ഭാര്യയും ഭർത്താവുമാണ്. ആക്രി കച്ചവടം നല്ല കച്ചവടമാണ് കേട്ടോ, മോശമായൊരു കച്ചവടം അല്ലത്. നല്ല കച്ചവടം, നല്ല വരുമാനം ഉള്ളതുമാണ്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രമിക്കുക. നല്ല കോമഡി ആയിട്ട് വീണ്ടും വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു പ്രചോദേട്ടാ. സൈന്ധവേ, എന്തോ അനന്യ, ദേവലക്ഷ്മി, എന്തോ അപ്പോൾ അടുത്തന്നെ നമുക്ക് പൊളിക്കണം. അതെ കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് ഇത്തിരി കുറവ്. കാര്യം നിങ്ങൾ നസീർക്ക പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഈ എന്നാൽ പറഞ്ഞ ഹ്യൂമർ നല്ല ചിരിയുണ്ട്. അതായത് കുറേ നല്ല കൗണ്ടറുകൾ, ഒരു 3-4 കൗണ്ടർ പറഞ്ഞ നല്ല സാധനങ്ങളായിരുന്നു. അതിന് നല്ല ചിരി കിട്ടി. പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം ഭയങ്കരമായിട്ട് കൗണ്ടറുകൾ വളരെയധികം കുറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ അടുത്തതിന് നമുക്ക് പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഷാജൻ ചേട്ടാ. സൈന്ധവേ, എന്തോ അനന്യ, എന്തോ ദേവിലക്ഷ്മി, എന്തോ നിങ്ങൾ 3 പേരും നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ദേവിലക്ഷ്മിയുടെ ഫസ്റ്റ് തുടക്കം നന്നായിരുന്നു. ഈ വീടൊക്കെ തൂത്തുവാരി ഹസ്ബൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. സൈന്ധവിൻ്റെ വരവ് അടിപൊളിയായിരുന്നു, ആ പാട്ട് പാടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനന്യമോളുടെ എൻട്രിയും അടിപൊളിയായിരുന്നു. ഇടിമിന്നൽ വന്നു, അതിൻ്റെ ഗെറ്റപ്പ് മേക്കപ്പ് ഒക്കെ നല്ലത്, ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിനകത്ത് മാത്രം ഒരു പഴമ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് നിങ്ങളുടെ കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതി തരുന്ന ചേട്ടനോട് പറയണം, നല്ല നല്ല തമാശകളുള്ള ഗംഭീര സ്ക്രിപ്റ്റ് എഴുതി തരാൻ വേണ്ടി നമ്മൾ ചേട്ടന്മാർ പറഞ്ഞെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ പ്രചോദേട്ടാ എന്തോ എത്ര മാർക്ക്? ഞാൻ ഒരു 3000 മാർക്ക്. 3000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനും ഒരു 3000 രൂപ കൊടുക്കും. 3000 നന്നായി. 3500 6000 രൂപ. നസീർക്ക? കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇതല്ല നമുക്ക് വേണ്ടത്. അടുത്ത പ്രാവശ്യം അടിപൊളി സ്കിറ്റായിട്ട് വരണം. ഓക്കെ ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റജി തിരുവല്ലച്ചേട്ടനുണ്ട്, പ്രജിത്ത് ഉണ്ട്, കൂടെ രാജിമോൻ. ആഹാ, അയ്യോ എന്നെ അയ്യോ അടിക്കരുത്. നീ മടി താഴെയിട്. നീ മടി താഴെയിടാൻ പറഞ്ഞാലൊക്കെ കേക്കും. എടാ, നീ രാവിലെ തൊട്ട് എന്നെ ഇവിടിട്ട് നിനക്കറിയത്തില്ല എന്റെ സ്വഭാവം. അയ്യോ അയ്യോ എടാ, സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം. അറിയില്ല. സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഒത്തൊരുമ വേണം കേട്ടോ. അയ്യോ, എന്നെ തല്ലിയാ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുവോ? നീ മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിയാക്കരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? നീ ഇവിടുത്തെ ഭാര്യ, ഞാൻ ഭർത്താവല്ല. അല്ല, ഞാനാ ഭർത്താവ്, നീ ഭാര്യ, അത് മനസ്സിലാക്കണം. നീ ഒരു അക്ഷരം മിണ്ടിയാക്കരുത്. എന്താ? ഈ വീട്ടിൽ മേടിച്ചു വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അന്നേരം തന്നെ തീർക്കുവാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഇന്നലെ മേടിച്ചു വെച്ച സാധനത്തിനെ തീർത്തത്. എന്തോ എടുത്ത് തീർത്തെന്നാ ഈ പറയുന്നത്? ഞാൻ വലിക്കാൻ വെച്ചിരുന്ന ബീഡി. ഓ, ബീഡി. ഞാനൊരു പൈന്റ് മേടിച്ച അതിന്റെ പകുതി മുക്ക് കൊടുക്കും. ഞാനൊരു ബീഡി മേടിച്ച പകുതി മുക്കാൽ ബീഡി വലിച്ചു തീർക്കും. കൊടുക്കും. ഇന്നലെ ഞാൻ നോക്കിയപ്പോ രാത്രിയിൽ ഇങ്ങാരി എലിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു. ഞാൻ അവിടെ വായി നോക്കി എന്നിട്ട് ഇങ്ങാരി ശകലം പോലും തന്നില്ല. എലിവിഷം കൊടുക്കാത്തനാണ്. എലിവിഷമോ? അല്ലടി, പാരാത്രി ഞാൻ എലിക്ക് കിച്ചർ ജോയി മേടിച്ചു കൊടുക്കരുത്. കിച്ചർ ജോയി. നിങ്ങൾക്കറിയാവോ, ഈ കുടുംബത്തെ ഒരു ഒത്തൊരുമ വേണം. ഒത്തൊരുമ. തൊട്ടിരിക്കണ നടന്നു സുകുമാരനടക്കം 8 മക്കളായി. എന്നിട്ട് ഒത്തൊരുമ വേണോ? ഒത്തൊരുമ. ഞാനങ്ങനെ വലിഞ്ഞേറി വന്നോളൊന്നും അല്ലല്ലോ. കയ്യും വീശി വന്നല്ലേ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? ആര് വിളിച്ച്? ഞാനൊരു ദിവസം സിനിമയും കണ്ടു വരുന്ന മണിക്ക് ഇടവളി വെച്ചൊന്ന് അറിയാതെ തുമ്മിപ്പോയി. അയ്യോ, ഞാൻ വന്നെന്നും പറഞ്ഞ് എടി ജലദോഷം പോലെ എന്റെ കൂടെ കൂടിയല്ലേ നീ. ഇപ്പോഴും എനിക്ക് ആ തുമ്മൽ മാറിയിട്ടില്ല. ആ തുമ്മൽ വരാനേ ഞാൻ നിങ്ങളുടെ ജലദോഷം. എന്റെ പേര് ജലജ എന്നാ, അത് ആദ്യം മനസ്സിലാക്കണം. ജലജ, നീ എന്തോ കൊണ്ടുവന്നില്ല ഇവിടെ? എന്തോ കൊണ്ടുവന്നു നീ? ഞാൻ അങ്ങനെ കയ്യും കഴിച്ച് വീശിയെന്നല്ലോ ഇങ്ങോട്ട് വന്നത്. വന്ന് 2 ചാക്ക് നിറച്ച് ബിയറും കുപ്പി. ഞാൻ വിചാരിച്ചപ്പോൾ എവിടെയെങ്കിലും പോയി പെറുക്കിയതാന്ന്.
നീ ഒറ്റക്കടിച്ച് തീർത്ത ബീറാ അത്. ആണ് ശരിയാ. ആ ബിയർ കുപ്പി വിറ്റിട്ടാണ് നിങ്ങൾ അന്ന് പൊറോട്ട മേടിച്ച് കഴിച്ചത്. എന്ത് കഴിച്ചിട്ട് കിടന്നിട്ട് ഇങ്ങാര് പറയാ ഇന്ന് രാത്രി ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. അതെങ്ങനെ നേരം വെളുക്കുന്നിടം വരെ ഒരു മോളെ കണ്ണുറക്കിയിട്ടില്ല. ആര്? ഒതുക്. ആ അങ്ങനെ പറ. ഞാൻ ഒറ്റൊരുത്തം കാരണം എന്റെ അച്ഛൻ ഇപ്പൊ പെരക്കകത്തുനിന്ന് വെളിയിലിറങ്ങാത്തത്. നിന്റെ അച്ഛനിട്ട് ഞാൻ എന്ത് ചെയ്തടി? അയ്യോ മുടി കളിക്കാൻ വേണ്ടി കരടി നെയ് വേണോന്ന് പറഞ്ഞു. ഞാൻ എന്തോന്നാ കൊണ്ടു കൊടുത്തെന്ന് അറിയത്തില്ല. നിന്റെ അച്ഛൻ ചോദിക്കുമ്പോ കരടി നെയ്ക്കച്ചവടം നടത്തുകയല്ലേ, തേടി പഠിച്ചോണ്ട് കൊടുക്കാൻ. പിന്നെ ഏറ്റുപോയതല്ലേ എന്ന് കരുതി ഞാൻ കുറച്ച് മയിലെണ്ണ കൊണ്ട് കൊടുത്തു. അതാ ഇപ്പൊ കുഴപ്പമായതല്ലേ? അയ്യോ മയിലെണ്ണ കൊടുത്ത കുഴപ്പമാണോന്നോ? കുഴപ്പം തന്നെ. ആ മയിലെണ്ണ എടുത്ത് തലേ തേച്ച് ഇപ്പൊ മയിൽപ്പീലി ഇളിച്ച് നിൽക്കുക. അത് പോട്ടെന്ന് വെക്കാം. കാർമേഘം വരുമ്പോ അച്ഛൻ മുറ്റത്തിറങ്ങി നിൽക്കുക. എന്തിന്? പീലി നിവർത്തി ആടാന്. ആ ചുമ്മാ ഇരുന്ന് നിന്റെ അച്ഛൻ ഇപ്പൊ ഒരു ബിസിനസ് ആയല്ലോ. എന്ത് ബിസിനസ്? മയിലാട്ടം. എന്റെ അച്ഛനെ കളി നോക്കുന്നു. അയ്യോ അയ്യോ എലജേ, എന്തുവാ നിന്റെ തെറി കേട്ട എന്റെ വയറ് വിശക്കുന്നടി. അതങ്ങനല്ലല്ലോ. എന്റെ തെറി കേട്ട നിങ്ങളുടെ വയറ് നിറയല്ലേ ചെയ്യുന്നേ? ഓ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ എടുക്ക്. കപ്പയുണ്ട്. വേണ്ട, കപ്പ കേസാകും. ഗ്യാസല്ലല്ലോ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് എന്നല്ലേ പറയുന്നത്? എടി വല്ലവന്റെ പറമ്പിൽ നിന്ന് കട്ടോണ്ട് വന്ന കപ്പ അത് കഴിച്ചാ കേസാകുമെന്നാ പറഞ്ഞത്. ഓ നിങ്ങൾ ഈ കേസും ഇതൊക്കെ നടത്തിയിട്ട് മോഷണമൊക്കെ നടത്തിയിട്ടേ വല്ല ജോലിക്ക് എങ്ങാനും പോയ 10-25 രൂപ കിട്ടത്തില്ലേ? ആ കാശ് നമുക്ക് കൊണ്ട് അടിച്ചു പൊളിച്ചൊരു യാത്രയൊക്കെ നടക്കാം. എവിടെ? എനിക്ക് ഈജിപ്തിൽ പോകാനാ ഇഷ്ടം. അവിടെ പോയിട്ട് എന്തെടുക്കാനാ? അവിടെ അല്ലേ മമ്മി ഉള്ളത്. മമ്മിയും കണ്ടിട്ട് പാലത്തിന്റെ അടിയിൽ ഇരുന്ന് ഉണക്കച്ച ബീമ്പിക്കുന്നത് നിന്റെ അമ്മയെ കാണാൻ എന്തിനാണ് ഈജിപ്ത് വരെ പോണത്? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അമ്മയെ പറയാം, എന്റെ ബിസിനസ് ഒന്നും പറയല്ല. പറഞ്ഞിട്ടല്ല അമ്മയുടെ. ഓ ഇവള് പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവിടെ നമുക്ക് ചെമ്മീൻ കെട്ടിട്ടുണ്ട്. കെട്ട ചെമ്മീൻ എടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്ന സ്വഭാവം നമുക്ക്. എടാ ഇവന് ഞാൻ ഇന്ന് തല്ലരുത്. തല്ലും ഞാൻ. തല്ലരുത്. മേടിക്കും എന്താ? തല്ലരുത്. മേടിക്കും. അയ്യോ പരിചയപ്പെടാൻ സമയമില്ല, ഞാൻ വന്നിട്ട് പരിചയപ്പെടാം. അയ്യോ കാലിലേക്ക് പോയി. എന്ത് ചെയ്യും അണ്ണാ? അയ്യോ തീർന്നോ? അയ്യോ അനക്കും ഇല്ലല്ലോ. കൃത്രിമ ശ്വാസം കൊടുക്കാം. അയ്യോ ഇത് കൊടുക്കുമല്ലേ? പുറത്ത് അകത്തോട്ട് കൊടുക്കുമല്ലേ വേണ്ടത്? അണ്ണാ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തുവാ? ഇനി നീ ആരടാ? അയ്യോ എന്റെ പേരെങ്ങനെ മനസ്സിലായി? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ണിമാങ്ങ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിനക്ക് വേണ്ടി മാവിന്റെ തുഞ്ചത്ത് കയറി ഞാൻ ഒരു കണ്ണിമാങ്ങ പറിച്ചു തന്നത് നീ ഓർക്കുന്നില്ലേ? മനസ്സിലായില്ല. ജലജേ സൂക്ഷിച്ചു നോക്ക്, ഞാൻ നിന്റെ മുറച്ചെറുക്കനാണ്, പശുപാലൻ. പശുവേട്ടൻ. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ? ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ? എങ്ങനെയുണ്ട് ഡാൻസ്? ഇത് ഡാൻസ് ആണ്. ഞാൻ വിചാരിച്ച എന്നെ തൊഴിക്കാൻ വരുവാന്ന്. ഇത്രയും നാള് പശുവേട്ടൻ എവിടെയായിരുന്നു? അയ്യോ ഒന്നും പറയണ്ട. നാട്ടിലെ ബിസിനസ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു. എന്തായിരുന്നു ബിസിനസ്? പുളിയിഞ്ചിയുടെ ബിസിനസ്. അവിടുന്ന് ഞാൻ നേരെ ബോംബെക്ക് വണ്ടി കയറി. ബോംബെയിൽ ചെന്ന് കയ്യിൽ 5 പൈസ ഇല്ലാതെ ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നു. പിന്നെ അവിടുന്ന് എനിക്കൊരു വാശിയായിരുന്നു. ബോംബെയിൽ പല പല ബിസിനസ്സുകൾ ചെയ്തു. അവസാനം ബോംബെ സാമ്രാജ്യത്തിൽ ഞാൻ എന്റെ ബിസിനസ് പടർന്ന് പന്തലിപ്പിച്ചു. കൈ നിറയെ കാശുമായിട്ട് ഞാൻ ബോംബെയിൽ നിന്നും കള്ളവണ്ടി കയറി. അതെന്തൊരു പണിയാ? അത്രയും കാശുള്ളപ്പോ നിങ്ങൾ കള്ളവണ്ടി എന്തിനാ കയറിയത്? കാശപ്പ വേണേലും ഉണ്ടാക്കാം, പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ മഹിമ അത് നമ്മൾ കാത്തു സൂക്ഷിക്കല്ലേ, അതിനു വേണ്ടി. അങ്ങനെ ഇവിടെ വന്നപ്പോ ഈ പാലത്തിനടിയിൽ നിന്നെ കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കോളാമ്പി അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, അവൻ ഏതാണ്? അയ്യോ അതെന്റെ ഭർത്താവ് കെട്ടിയോന്. ജലജേ നിനക്കൊന്ന് കാത്തിരിക്കായിരുന്നില്ലേടി എനിക്ക് വേണ്ടി? എത്രന്ന് വെച്ചാ കാത്തിരിക്കട്ടെ. പശുവേട്ടൻ പോയപ്പോ ഞാൻ കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഇതോർത്ത് എന്റെ അച്ഛന് മനോവിഷമം നൊന്ത് 8 കെട്ട് ബീഡിയായിരുന്നു വലിച്ചത്. അച്ഛനോ? അല്ല ഞാന്. പണ്ട് വലിപ്പീരേ ഉള്ളായിരുന്നു, ഇപ്പൊ വലിക്കാനും തുടങ്ങിയിരിക്കുന്നു. പശുവേട്ടൻ എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും. നീ വരുവോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ വിളിക്കും, നീ എന്റെ കൂടെ ഇറങ്ങി വരണം. ഓക്കെ വരാം. വരുമല്ലോ? വരും. ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ശരി ശരി. എടാ ഇവ ചത്തില്ലായിരുന്ന, ഞാൻ വരുതി ഒറ്റടിക്ക് തീർന്നെന്ന്. ഹലോ, എന്തോ നിന്റെ പേര്? എന്റെ പേര്
പശുപാലൻ. എന്റെ ഭാര്യമായിട്ട് എങ്ങനെയാണ്? പറഞ്ഞു വരുമ്പോ മുറച്ചെറുക്കനായിട്ട് വരും. പറയാതെ വന്നാലോ? ഗസ്റ്റ് ആയിട്ട് വരും. അവളെ വിളിക്കേ. ആ, ചെല്ല്. ചായയോ കാപ്പിയോ വല്ലതും കൊണ്ടുവരാൻ പറ. എടി വീട്ടിലൊരു ക്ലാപ്പം വന്നിരുന്നു കഴിഞ്ഞാൽ നിനക്കൊരു ചായ വെച്ച് കൊടുക്കണമെന്ന് അറിയത്തില്ലടി. എന്നെ ഭയങ്കര പേടിയാ. ഇപ്പൊ കണ്ടോണം, പെട്ടെന്ന് കൊണ്ടുവരും. എന്തോ മനുഷ്യ കിടന്ന് ബഹളം വെക്കുന്നേ? ഒന്നുമില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ഒച്ച വെച്ചേക്കരുത്, പറഞ്ഞാട്ടല്ലോ. പൊന്നോ, ചായ കുടിയണ്ണ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചിരട്ട ഇങ്ങനെ തുറന്നു വെക്കരുതെന്ന്. എന്ത്? എടി ചിരട്ടക്കകത്ത് കൊതുക് വന്ന് മുട്ടയിടും. ഒരു കൊതുക് ശരാശരി 250 മുട്ട വരെ ഇടും. ഈ പറച്ചിലേട്ട ഈ മുട്ട മൊത്തം ഇങ്ങനെ എണ്ണീട്ട് വന്നാണ്. ആണോ? അങ്ങനൊക്കെ ഉണ്ടോ? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ബോംബെ പോയിട്ട് കല്യാണം എന്താ കഴിക്കാൻ? ഞാൻ അയ്യോ, ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ പുറകെ നടന്നാണ്. ആണോ? ആ, അവിടെ വെലങ്ങ് തടിയായിട്ട് ഒരാളുണ്ടായിരുന്നു. ആര്? ഭാഷ രജനീകാന്തിന്റെ ഭാഷയോ? അല്ലല്ല, ഹിന്ദിക്കാരുടെ ഭാഷ, ഹിന്ദി ഭാഷ. അതെനിക്ക് അറിയാൻ മേലായിരുന്നു. ഓ, ഹിന്ദി അറിയത്തില്ലായിരുന്നോ? ഞാൻ പിന്നെ ടിവിയിലൊക്കെ നോക്കി സിനിമയൊക്കെ കണ്ട് കുറച്ച് ഹിന്ദി പഠിച്ച്. കണ്ടോ? നിന്നോട് എത്ര ദിവസം കൊണ്ട് പറയുന്നത് ഒരു ടി വി മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവെക്കാൻ? ഓ, ഈ പാലത്തിന്റെ താഴെ ടി വി കൊണ്ടുവച്ച് അതിന്റെ കേബിൾ നിന്റെ മൂക്കി കുത്തി കഴിഞ്ഞാൽ ടി വി കാണാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം, നീ എന്റെ കൂടെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ തെരുവിലൊന്നും ആക്കിയില്ലല്ലോ. പിന്നെ എവിടാ? ഒന്നുമില്ലല്ലോ, നീ ടൗണിന്റെ നടുക്കലടി ജീവിക്കുന്നത്. അയ്യോ, ഇയാടെ ടൗൺ കണ്ട? ഇതാ ടൗൺ. എടാ നിന്റെ ടൗൺ ആണോ ഇത്? ചുമ്മാ വഴക്കുണ്ടാക്കല്ലേ. എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണ്ടേ? അണ്ണനെ ഇവിടെ കിടന്നുറങ്ങ്. ഓ, ഇവനെ ഇവിടെ കിടത്തി ഉറക്കണമല്ലേ? എന്താ ഉറങ്ങിയാല്? ഉറങ്ങിക്കോട്ടെ, അണ്ണൻ ഉറങ്ങിക്കോ. ഞാൻ ഇവിടെ കിടന്നുറങ്ങും. എനിക്ക് വെളുപ്പിനെ പോകേണ്ടതാണ്. തിരിച്ച് ചെല്ലേണ്ടതാ. അയ്യോ, ഞാനും തൊട്ടടുത്ത് കിടക്കുവാണ് കേട്ടോ. അയ്യ, കിടന്നോളൂ. കിടന്നല്ലോ. ആ, എവിടെ പോവാടാ? എവിടെ പോണേ? ഞാനേ കൊതുക് മുട്ട ഇടുന്ന ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാൻ പോവാ. അയ്യോ, അയ്യോ, മുട്ട എഴുതാ കണ്ടിട്ടില്ല അവൻ. അരിയാക്കിടന്ന് ഉറങ്ങിക്കോണം കേട്ടോ. ഉറങ്ങാം. ഉറങ്ങാൻ പോവാണേ. അയ്യോ, അയ്യ, എടി പോത്തെ, അത് പശുവല്ല, ഞാനാ. പിടിച്ച് നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മാറിക്കടക്കടാ മർക്കടാ. ഇവനൊരു 10 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ എനിക്ക് എത്ര അടി കുറഞ്ഞു കിട്ടിയ. ഇതാ പറയുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്. ഇതിൻ്റെ ക്ലൈമാക്സ് പറഞ്ഞ പോലെ ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതായത് നിങ്ങളുടെ മുമ്പോട്ടുള്ള സ്കിറ്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വഴി മാറിയില്ല ചരിത്രം. അതേപടി തന്നെ നിൽക്കുക. ഒന്നും ചിരിക്കാനില്ലായിരുന്നു. നിങ്ങൾ 3 പേരും ഉള്ളത് അഭിനയിച്ചു, പക്ഷേ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. തമാശകളൊന്നുമില്ല. നമുക്കത് എന്താ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് തന്നെയാണ് എടുത്തത്. ഒരു നാടോടികളുടെ അതല്ലേ, നാടോടികളുടെ ഒരു കഥയാണ് നിങ്ങളെടുത്തത്. പക്ഷേ എന്തോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ ചിരിക്കാനുള്ളത് ഇല്ലേ. നിങ്ങളുള്ള വൃത്തിയായിട്ട് ചെയ്തു, പക്ഷേ അതിൻ്റെ അകത്തൊന്നും കിട്ടിയില്ല നമുക്ക് ചിരിക്കാനായിട്ട്. ഇനി അടുത്ത പ്രാവശ്യം എന്ന് നമ്മൾ പറയുന്നില്ല. നന്നാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നന്നാക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിരിക്കും, നന്നാക്കിയില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എല്ലാ പ്രാവശ്യവും. ഓക്കെ, ശരി, ഓൾ ദ ബെസ്റ്റ്. പ്രജിത്തെ, രജിമോനെ, ഈ പറഞ്ഞത് തന്നെയാണ് കാര്യം. നമുക്ക് ഒന്ന് തിരഞ്ഞെടുത്ത വിഷയം ഒരു വലിയ പ്രശ്നമുള്ള വിഷയമായിരുന്നു. കാരണം നമ്മളൊരു സ്കിറ്റിൻ്റെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കളിക്കേണ്ട ഒരു രീതിയിലുള്ള ഇതൊരു പഴയ പണ്ടൊക്കെ കാണുന്നൊരു സ്കിറ്റിൻ്റെ ഒരു പ്രതീതി ഫീൽ ചെയ്തു. അതൊരു പുതുമ അതിനകത്ത് ഒട്ടും ഫീൽ ചെയ്തില്ല. പിന്നെ ചിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട്, കുറേ റേഞ്ചിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ അടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത്, അത് കുറേ നേരം ആ അടി ഇങ്ങനെ സംസാരിച്ച് പോകുന്നു. പെർഫോമൻസ് നമുക്ക് ചിരിക്കാനായിട്ടൊന്നും തന്നില്ല എന്നുള്ളതാണ്. നന്നായിട്ട് പണിയെടുക്കണം. കാരണം ഇനിയും ഈ പറയുന്ന പോലെ നല്ല നല്ല സ്കിറ്റുകളില്ലെങ്കിൽ വളരെയധികം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാനായിട്ടൊരു വിഷമമുണ്ട്. നിങ്ങൾ നന്നാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇവിടെ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുമുണ്ട്, നമുക്കറിയാമല്ലോ ചെറിയ കാര്യങ്ങൾ മതി അവർക്കിരുന്ന് ചിരിക്കാനായിട്ട്. അവർ പോലും ചിരിക്കാൻ വിഷമം കാണിക്കുമ്പോൾ ഒരുപാട് കുറവുകളുണ്ട്.
കേട്ടോ. അടുത്ത പ്രാവശ്യം ആ കുറവുകളൊക്കെ നികത്തി നന്നായിട്ട് പെർഫോം ചെയ്യുക. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് 3 പേരും. താങ്ക് യു പ്രജോദ് ചേട്ടാ. കാര്യം ചേട്ടാ. രാജമോനെ, റജി, പ്രജിത്തെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പോരായിരുന്നു. ഇത് പോരാ, നമുക്ക് നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പ്ലോട്ട് മാറ്റി ചിന്തിക്കണം, തമാശകളുടെ നിലവാരം മാറ്റി ചിന്തിക്കണം, നിങ്ങളെടുക്കുന്ന ഓരോ ഏരിയയും ഒന്ന് മാറി ചിന്തിക്കണം. എന്നാലേ എന്തെങ്കിലും ഒരു ഫ്രഷ് പരിപാടികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് ചിരി വരുന്നില്ല, അപ്പം ഞാൻ അവരെ നോക്കി അവർക്ക് എന്തെങ്കിലും ചിരി വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ചിരിയും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ അത് പോരാ നമുക്ക്. നമ്മൾ ഈ ഫ്ലോറിൽ നിങ്ങൾ തന്നെ ഗംഭീര സ്കിറ്റുകൾ ചെയ്ത് നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊതിയാണ് അങ്ങനെ ഒന്നൊരു സംസാരിക്കാൻ പറ്റുന്നൊരു സ്കിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്ന്. പക്ഷേ അത് പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട്, എന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൊത്തത്തിലൊന്ന് റീഫ്രഷ് ചെയ്ത് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മാറ്റി ഒന്ന് ചിന്തിക്കണം കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. ചേട്ടാ മാർക്സ്? ഞാൻ ഒരു 2500. 2500 രൂപ. ഷാൻ ചേട്ടാ? ഞാനൊരു 2500. ടോട്ടൽ 5000 രൂപ. സിർക്ക? ബാക്കിയിടാം. ടോട്ടൽ എമൗണ്ട് 7000 രൂപ. അടുത്ത പ്രാവശ്യം നല്ലൊരു ഐറ്റമായിട്ട് വരണം കേട്ടോ. ഓക്കെ. മക്കളെ, നമ്മള് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയമായല്ലേ? കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, വന്നു കഴിഞ്ഞാൽ സ്കിറ്റ് കാണുന്നു, ചിരിക്കുന്നു, പോകാനുള്ള സമയം ഷടപടേന്നായിരിക്കും. അതെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വിടാം. ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.